ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നടന്ന ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. കുറച്ച് പേര് അത് മെസ്സേജ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി ഫ്യൂച്ചറിലും വേണ്ട ആളുകൾക്ക് ഇതൊരു ഗുണമാവുമെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാം വളരെ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കണു. കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞ് തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അത് തന്നെയാണ് മെജോറിറ്റി റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഹു ഈസ് ആൻ ഓൺട്രപ്രണർ, നോർമൽ ക്വസ്റ്റ്യൻ അല്ലേ. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നും റിപ്പീറ്റ് ചെയ്യണ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അത് ഇവിടെയും തെറ്റിച്ചിട്ടില്ല. ഹു ഈസ് ആൻ ഓൺട്രപ്രണർ, ആരെയാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കമ്പൈൻ ചെയ്യുന്നതും ഒരു ബിസിനസ് ആശയം ആദ്യമായി കൊണ്ടുവരുന്നതും അത് നിലവിൽ വരുത്തുന്ന ആളും അത് റൺ ചെയ്യുന്ന ആളൊക്കെ ഓൺട്രപ്രണർ ആണ് അല്ലേ. വാട്ട് ഡു യു മീൻ ബൈ EDP? EDP എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐഡിയാസിനെ നമ്മൾ റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് EDP എന്ന് പറയുന്നത്. ആ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെ ആളുകൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസ്, ടെക്നിക്കൽ, മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസുകൾ, കൺസൾട്ടൻസി സർവീസുകൾ, അത്തരത്തിലുള്ള അവരെ ഒന്ന് ഏബിൾ ആക്കുക ആ ഒരു മേഖലയിൽ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ചോദിക്കാം, വാട്ട് ഈസ് ഗ്രീൻ ചാനൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാനുള്ള ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പറയുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളിതിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെൻറ്റ്സും ഒക്കെ വേണോ അതെല്ലാം നമുക്ക്, അതായത് നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കൊക്കെ ഒരു 2 ലക്ഷം രൂപ വരെ വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അങ്ങനെയുള്ള കേസസിൽ ഈ സംരംഭത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഈ ഒരു സിസ്റ്റം വഴിയാണ്, ഗ്രീൻ ചാനൽ സിസ്റ്റം വഴിയാണ് ചെയ്തു തരിക. അതിൽ കൂടുതലാണെങ്കിലാണ് അത് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്ക് മാറുന്നത്. ഓക്കെ, പക്ഷേ ഇന്നിപ്പോൾ ഗ്രീൻ ചാനൽ എന്നുള്ളൊരു സംവിധാനം ഇല്ല, പകരം സിംഗിൾ വിൻഡോ മാത്രമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുകയും അതിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി 2 ലക്ഷം രൂപയിൽ കൂടാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതിന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും അവർ തന്നെ ശരിയാക്കി തരിക. അതാണ് ഗ്രീൻ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് ആണ്. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അവരൊരിക്കലും ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര വിമുഖത കാണിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണോ അവരിതുവരെ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് വന്നത്, പ്രൊഡക്ഷൻ്റെ മെത്തേഡ്, അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ദേ വുഡ് നോട്ട് ചേഞ്ച് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ്. അവർ ആദ്യം മുതൽ എന്താണോ ചെയ്തു വന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറാൻ തയ്യാറല്ല. അവരെപ്പോഴും ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. ഇനി അവർക്ക് നഷ്ടം സംഭവിച്ചാൽ പോലും അവർ ഈ ഒരു മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ റെഡിയല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഓൺട്രപ്രണേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്താണെന്നുള്ളത്. അത് ആ പേര് തന്നെ നമുക്കറിയാം. പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എങ്ങനെയാണ് പ്രൊജക്റ്റ് ഐഡിയ കിട്ടുക എന്ന് ചോദിച്ചു, എങ്ങനെ അത് സ്ക്രീൻ ചെയ്യണം എന്ന് ചോദിച്ചു, അതേപോലെ തന്നെ എങ്ങനെ ഒരു ഐഡിയ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത്രയും ആ 3 സ്റ്റേജും കഴിഞ്ഞാലാണ് നമ്മൾ അതിൻ്റെ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസിലേക്ക് പോകുന്നത്. ഡിമാൻഡും മാർക്കറ്റും അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭത്തിൻ്റെ ആ ഗുഡ്സ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് എത്രത്തോളം ആളുകൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതും ഭാവിയിൽ എത്രത്തോളം അതിന് ഡിമാൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി മാർക്കറ്റിൽ എത്രത്തോളം അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അനാലിസിസ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്? ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അനാലിസിസുകൾ നടത്താനുണ്ട്. അതിലൊരു അനാലിസിസാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് കൊണ്ട് സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്, എന്തൊക്കെയാണ് അതിനു വേണ്ടി നമുക്ക് വരുന്ന ചിലവുകൾ എന്നതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ട് ഇവിടെ സൊസൈറ്റിയുടെ വെൽഫെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷൻ, അതിനൊക്കെ പൊതു താല്പര്യങ്ങളെ സംരക്ഷിക്കുക, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള
കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം അവിടെ കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇൻട്രാപ്രന്യൂർഷിപ്പ് എന്താണെന്നുള്ളതാണ്. നമുക്ക് ഇൻട്രാപ്രന്യൂർഷിപ്പ് എന്താണെന്നൊന്നും ഡയറക്റ്റ് നമ്മുടെ ടെക്സ്റ്റിലില്ല. എന്നിരുന്നാലും ഇൻട്രാപ്രന്യൂർ ആരാണെന്ന് പറയുന്നുണ്ട്. ഒരു വെൽ പെയ്ഡ് ജോബ് അല്ലെങ്കിൽ നല്ലൊരു എക്സിക്യൂട്ടീവ് ജോബ്, നല്ല സാലറി കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജോബിനെ ഉപേക്ഷിച്ച് തങ്ങളുടേതായ ആശയങ്ങൾ ചെറിയൊരു ബിസിനസ് രൂപത്തിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോവാൻ ധൈര്യം കാണിക്കുന്ന ആളുകളെ തന്നെയാണ് ഇൻട്രാപ്രന്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ തന്നെയാണ് ഇൻട്രാപ്രന്യൂർഷിപ്പ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. നെക്സ്റ്റ്, വാട്ട് ഈസ് മെൻറ്റ് ബൈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്? ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഒരുപാട് എന്താ പറയുക, സ്ഥാപനങ്ങൾ തുടങ്ങാൻ സൗകര്യമുള്ള ഒരു പ്ലേസ്. അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ആ ഒരു സ്ഥലത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ എന്തൊക്കെ വേണോ അതെല്ലാം എത്തിച്ചു കൊടുക്കാനും അതെല്ലാം ഓൾറെഡി നിലവിലുള്ളതുമായിട്ടുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളെ തന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, വാട്ട് ഈസ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം എന്ന് പറഞ്ഞ ടോപ്പിക് തന്നെയായിരുന്നു, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്താണ്? നമ്മൾ ചെയ്യാൻ പോകുന്ന ആ പ്രോജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ ഡീപ്പായിട്ട് നമ്മൾ അനാലിസിസ് നടത്തിയതും സ്റ്റഡി കണ്ടക്ട് ചെയ്തതും അതിൻ്റെയൊക്കെ ബേസിൽ നമ്മളൊരു കൃത്യമായിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതായത് അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയാം. നമ്മൾ നിലവിൽ വരാൻ പോകുന്നൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ എല്ലാം A to Z കാര്യങ്ങൾ, എല്ലാ ഇൻഫർമേഷൻസും അതിൽ അടങ്ങിയിരിക്കുന്നതിനെയാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചാൽ നീസ് ബഡ് എന്താണെന്ന് അഗെയിൻ അവർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നീസ് ബഡ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺടർപ്രണർഷിപ്പ് ഇൻ സ്മോൾ ബിസിനസ് മേഖലയിൽ, അതായത് ചെറിയ തോതിലുള്ള ബിസിനസ്സുകൾ നടത്താനും അതേപോലെ ഓൺടർപ്രണർഷിപ്പിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ എക്സ്പാൻഷനൊക്കെ ഓൾറെഡി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതായിരുന്നു. നീസ് ബഡും അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു KVIC ഒക്കെ അല്ലേ. നീസ് ബഡ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. അവിടെ ഉദ്ദേശിക്കുന്നത് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ്. ഇതിൽ പ്രധാനമായിട്ട് 83-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇനി പലതരത്തിലുള്ള ഏജൻസികൾ, അതായത് ഓൺട്രപ്രനോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടത്തുന്ന പല ഏജൻസികളുടെ ആക്ടിവിറ്റീനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യാനുള്ള ഒരു അപ്പെക്സ് ബോഡി ആയിട്ടാണ് നീസ് ബഡിനെ പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് കോർഡിനേറ്റ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, ഓവർസീയിങ് ദ ആക്ടിവിറ്റീസ്, പല ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏജൻസി ഇങ്ങനെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പരിപാടികൾ നടത്തുന്നവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക എന്നൊക്കെ. പ്രധാനമായിട്ടും സ്മോൾ ഇൻഡസ്ട്രിയും സ്മോൾ ബിസിനസ്സുമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് MSME എന്നുള്ളത്? MSME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. നിങ്ങളുടെ 3ാമത്തെ ചാപ്റ്റർ തന്നെയാണ്, ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്ന കാര്യം തന്നെയാണ് ഇതിൽ എന്താണ് MSME എന്നുള്ളത്. MSME എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്ലാന്റ് ആൻഡ് മെഷീനറി 1 കോടി രൂപയിൽ പുറത്തു പോവാത്തതും ആനുവൽ ടേൺ ഓവർ 5 കോടിയിലധികം പോവാത്തതുമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 10 കോടിയും ടേൺ ഓവർ 50 കോടി വരെ ഉള്ളതാണ് സ്മോൾ എൻ്റർപ്രൈസസ്. മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് 20 കോടിയും ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 100 കോടിയിലും നിൽക്കുകയാണെങ്കിൽ അതിനാണ് മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ MSME എന്ന് പറയും മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത് സിംഗിൾ വിൻഡോ സിസ്റ്റം ആണ്. സിംഗിൾ വിൻഡോ സിസ്റ്റം നമ്മൾ ഓൾറെഡി ഗ്രീൻ ചാനൽ ക്വസ്റ്റ്യൻ നമ്പർ 3 പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 ലക്ഷത്തിൽ അധികം വരുന്ന ട്രാൻസാക്ഷൻ എല്ലാം നമുക്ക് എല്ലാം ഏകജാലകം എന്നാണ് അതിൻ്റെ മീനിങ്. നമ്മളൊരു സംരംഭം തുടങ്ങുമ്പം പല ഓഫീസേഴ്സിനെയും പല ഡിപ്പാർട്ട്മെൻറ്റിലും പല സർട്ടിഫിക്കറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ലോണിനും ഒക്കെ ആയിട്ട് പല ഭാഗത്ത് നമുക്ക് പോകേണ്ടതായിട്ട് വരും. പക്ഷേ ഇങ്ങനൊരു സിസ്റ്റം വന്ന സ്ഥിതിക്ക് എന്താണ്, നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങാതെ നമുക്കുള്ള ഫുൾ കാര്യങ്ങൾ ഒരൊറ്റ സ്ഥലത്ത് മാത്രം കൊടുത്ത് അവരിലൂടെ നമുക്ക് വേണ്ടതെല്ലാം നേടിത്തരുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. വാട്ട് ഈസ് KVIC? ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ്. ഖാദീനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. വില്ലേജ് ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യാം. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണ് C. ഇതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു. 3 ക്വസ്റ്റ്യൻ പേപ്പർ പഴയത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. പിന്നെ എന്താണ് പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രൊജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രൊജക്റ്റിൻ്റെ ആശയങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ
അതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ എങ്ങനെ സ്ക്രീൻ ചെയ്തെടുക്കണം, അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ പ്രൊജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് ഫീസിബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യലായിട്ടും എക്കണോമിക്കലായും ടെക്നിക്കലായിട്ടും അങ്ങനെ ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും തോന്നുന്നതൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൻ്റെ കോസ്റ്റും അതിൻ്റെ ബെനിഫിറ്റുകളും ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നതാണ് ഹു ഈസ് എ സോഷ്യൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. സോഷ്യൽ ഓൺട്രപ്രണർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് ഞാൻ പ്രത്യേകിച്ച് പഠിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ സോഷ്യൽ ഓൺട്രപ്രണറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സൊസൈറ്റിക്ക് വെൽഫെയർ ആയി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങളെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനെ തെരഞ്ഞു പിടിച്ച് അതിലൂടെ ഒരു സംരംഭം ചെയ്ത് വിജയിക്കുന്ന ആളുകളെ തന്നെയാണ് സോഷ്യൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അവിടെ പേഴ്സണൽ ഗെയിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് സോഷ്യൽ വെൽഫെയറിനായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ പോയാലും നിങ്ങൾക്ക് 30 മാർക്കിൽ അല്ലെങ്കിൽ 25 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ എങ്ങനെ എഴുതി കഴിഞ്ഞാലും. എന്നാലും 20 മാർക്ക് വരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി പാർട്ട് ബിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് വുമൺ ഓൺട്രപ്രണേഴ്സ്. ഇവിടെ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? കുറച്ച് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ഒന്നും അല്ല, പക്ഷെ എന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് വുമൺ ഓൺട്രപ്രണർ ആരാണ്? 51% സ്ത്രീകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അതെല്ലാം വുമൺ ഓൺട്രപ്രണേഴ്സ് ആണ് അല്ലേ. അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ സംരംഭത്തിന് വേണ്ട എല്ലാ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രൊജക്റ്റ് ഐഡിയാസ് സ്ക്രീൻ ചെയ്യാനും ഫിനാൻസ് അവർ പ്രൊക്യൂർ ചെയ്യാനും അതിന് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും മാർക്കറ്റ് അനാലിസിസ് നടത്താനും അങ്ങനെയുള്ള നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് പഠിച്ചില്ലേ വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ, അതിൻ്റെ എല്ലാം പോസിറ്റീവായിട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്, ഒരു സ്ത്രീ സംരംഭക ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവരുടെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഓൺട്രപ്രണറുടെ ഫംഗ്ഷൻ എന്താണോ അത് തന്നെയാണ് ഒരു വുമൺ ഓൺട്രപ്രണറും ചെയ്യുന്നത്. അവർ കൃത്യമായിട്ട് അവരുടെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, ലേബേഴ്സിനെല്ലാം കമ്പൈൻ ചെയ്യുന്നു, ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ റൂൾസും പാലിക്കുക, അവർക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്ന കാര്യം, മാർക്കറ്റ് ഇൻഫർമേഷൻസ് എങ്ങനെ കളക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇവരുടെയും ഫംഗ്ഷൻ തന്നെയാണ്. പിന്നെ ചോദിച്ചത് MSMEയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്താണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഇത്ര പ്രാധാന്യം കൊടുക്കാനും അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ആ 3rd ചാപ്റ്റർ തന്നെയാണ് MSMEയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് MSME അതേപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാം പ്രത്യേകിച്ച് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പ്രോത്സാഹനം കൊടുക്കുന്നത്? കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്, മോഡേൺ ടെക്നിക്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കയ്യിലെ റിസോഴ്സിനെ മാക്സിമം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാവരുടെയും ഇൻകം ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, എല്ലാ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനും, അതുപോലെ തന്നെ നല്ലൊരു സെൽഫ് എംപ്ലോയിഡ് എക്സ്പേർട്സായി മാറാനും വേണ്ടിയിട്ട്, പിന്നെ ബാക്ക്വേർഡ് ഏരിയനെയൊക്കെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ആളുകളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട്, ഇതെല്ലാം തന്നെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ വാട്ട് ആർ ദ ഫേസസ് ഓഫ് EDP. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. EDPക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് ട്രെയിനിങ്ങിന് മുന്നുള്ള കാര്യങ്ങൾ, ഒന്ന് ട്രെയിനിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് ആഫ്റ്റർ ട്രെയിനിങ് അല്ലെങ്കിൽ പോസ്റ്റ് ട്രെയിനിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 3 ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് DIC വീണ്ടും നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾക്ക് 2ാമത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ്. അവരുടെ ധർമ്മം എന്താണ്, ഫങ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതേപോലെ ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കുക, പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ആപ്ലിക്കേഷൻ ലോൺ ആപ്ലിക്കേഷൻ സ്പോൺസറായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പിന്നെ പുതിയ സ്കീമുകളിലൊക്കെ പ്രകാരം അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ സർവീസുകൾ കൊടുക്കുക, പിന്നെ ക്ലിയറൻസുകൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണോ ക്ലിയറൻസ് വേണ്ടത് അതെല്ലാം നേടിക്കൊടുക്കുക, വേണ്ട റോ മെറ്റീരിയലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ട റെക്കമെൻഡേഷൻസ് കൊടുക്കുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, റൂറൽ ആർട്ടിസാൻസിനൊക്കെ കൂടുതലായിട്ട് അസിസ്റ്റ് ചെയ്യുക, വേണ്ട ട്രെയിനിങ് കൊടുക്കുക റൂറൽ ഓൺട്രപ്രണേഴ്സിന്, അതേപോലെ തന്നെ സ്മോൾ ഓൺട്രപ്രണേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുക, സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമിലൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ട് അൺഎംപ്ലോയിഡ് എഡ്യൂക്കേറ്റഡ് യൂത്തിനൊക്കെ മുൻധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ DICയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ബെനിഫിറ്റുകൾ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ
എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആവും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ബെനിഫിറ്റ്സ് അല്ലേ. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മിതമായ നിരക്കിൽ നമുക്കവിടെ ചെയ്തിട്ട്, അതായത് എക്കണോമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാവുക, എക്സ്റ്റേണൽ എക്കണോമീസ് ഉണ്ടായിരിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും, റിസ്ക് വളരെ കുറവായിരിക്കും, ഒരുപാട് സമയവും അതേപോലെ എഫേർട്ടൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓൺട്രപ്രനോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഒക്കെ ഇവിടെ നമുക്ക് ധാരാളം ചെയ്യാൻ പറ്റും. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു മ്യൂച്വൽ കോർപ്പറേഷൻ, അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ തമ്മിലൊക്കെ ഒരു പരസ്പര ധാരണയും സഹകരണവും ഒക്കെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ. പിന്നെ നമ്മൾ ചോദിച്ചത് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് വഴിയാണ്. എങ്ങനെ എന്തൊക്കെയാണ് അനലൈസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ട്, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ്, ബ്രേക്ക് ഈവൻ പോയിന്റുകൾ, അതേപോലെ സെൻസിറ്റിവിറ്റി അനാലിസിസ്, റിസ്ക് അനാലിസിസ്, ഇങ്ങനെയുള്ള അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് ഒരു പ്രോജക്റ്റ് ഫിനാൻഷ്യലി ഫീസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ് ഗിവൺ ടു ഓൺട്രപ്രണേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്: സബ്സിഡി, ഇൻസെൻറ്റീവ്, ബൗണ്ടി. ഈ 3 കാര്യങ്ങളായിരുന്നു. 3 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ്സ്, ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്സ് ഏതൊക്കെ തരത്തിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ടാക്സ് ബേസ്ഡ് ആയതും അല്ലാത്തതുമായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻസെൻറ്റീവ്സിനെ ഇവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടേംസ് ഓഫ് മണിയിലായിരിക്കും കൊടുക്കുക. നോൺ ഫിനാൻഷ്യൽ പറഞ്ഞാൽ പൈസ അല്ല കൊടുക്കുക, പകരം അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള അസിസ്റ്റൻസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കൺസെഷൻ കൊടുക്കാറുണ്ട്, സബ്സിഡി കൊടുക്കാറുണ്ട്, ബൗണ്ടി കൊടുക്കാറുണ്ട്. കൺസെഷൻ എന്ന് പറയുമ്പോൾ ലംസം ആയിട്ടുള്ള പേയ്മെൻറ്റ് ആയിരിക്കില്ല, സബ്സിഡി ആകുമ്പോൾ ലംസം പേയ്മെൻ്റ് ആണ്. ബൗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക ഗവൺമെൻറ്. അത് പ്രധാനമായിട്ടും ഇതുപോലെ ഫോറിൻ മാർക്കറ്റിലും ഹോം മാർക്കറ്റിലൊക്കെ നമുക്ക് മറ്റുള്ളവരായിട്ട് കോമ്പറ്റ് ചെയ്യാൻ നമ്മളെ ഏബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ബൗണ്ടിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു, ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്നതാണ് ബൗണ്ടി. പക്ഷേ ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ സബ്സിഡി കൊടുക്കുക. പിന്നെ നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് കൊടുക്കാറുണ്ട്, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡിയും കൊടുക്കാറുണ്ട്. പിന്നെ ടാക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കാറുണ്ട്, അതിൽ തന്നെ ഫിസിക്കൽ ഇൻസെൻറ്റീവും ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ് നമ്മൾ ഓൺട്രപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് നല്ലൊരു പ്രൊജക്റ്റാണെന്ന് പറയണമെങ്കിൽ അതിനെന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ ചെയ്യാൻ പാടുള്ളൂ. പ്രോപ്പറായിട്ട് സർവേയും പ്രിലിമിനറി സ്റ്റഡിയും ഒക്കെ നടത്തിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ളൊരു മാർഗം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അവസാന ആശ്രയമല്ല, അല്ലെങ്കിൽ വാക്കല്ല. പ്രൊഡക്റ്റ് ഡിമാൻഡ്, ക്യാപിറ്റൽ റിസോഴ്സ്, റോ മെറ്റീരിയൽ അവൈലബിലിറ്റി, ലേബർ റിസോഴ്സുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് കൊണ്ട് പറ്റും, അല്ലെങ്കിൽ റിപ്പോർട്ട് കൊണ്ട് പറ്റും. പിന്നെ തറോ ഡിസ്കഷൻസ് എക്സ്പേർട്ടുമായിട്ട് എപ്പോഴും നമ്മൾ ചെയ്യണം. അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും നല്ലൊരു റിപ്പോർട്ട് അവിടെ ഫോം ചെയ്യാൻ പറ്റുക. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ട ഫിനാൻസ് എങ്ങനെ റിസീവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ഓൺട്രപ്രണർക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം ഒരു റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. പ്രൊജക്റ്റ് റിപ്പോർട്ട് എപ്പോഴും വളരെ പ്രിസൈസ് ആയിരിക്കുക, ആക്യുറേറ്റ് ആയിരിക്കുക, വളരെ സ്പെസിഫിക് ആയിട്ടായിരിക്കണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ സീക്വൻസിലായിരിക്കണം. അത് കൃത്യമായിട്ടൊരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് തോന്നുന്ന പോലെ നമ്മൾ ഓരോ പോയിന്റ് ഇഷ്ടമുള്ള ഭാഗത്ത് ആഡ് ചെയ്ത് ചേർക്കുകയല്ല. അതൊരു കണ്ടിന്യൂറ്റിയിൽ ഉണ്ടായിരിക്കുക, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കുക. അതിനൊരു ലോജിക്കലായിട്ടുള്ള ഒരു സീക്വൻസ് ആയിരിക്കണം അതിൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ടാവേണ്ടത്. ഇതൊക്കെ തന്നെയാണ് ഒരു നല്ല പ്രോജക്റ്റിൻ്റെ നല്ലൊരു പ്രൊജക്റ്റ് ആവണമെങ്കിൽ വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പാർട്ട് സിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ 4 എസ് ആണ് തന്നത്. എല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള എസ് ആണ്. MSME സെറ്റപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളതാണ് MSMEയുടെ ഫങ്ഷൻസ്. അത് നമുക്ക് ഒരുപാട് പോയിന്റുകൾ ഇവിടെ ഞാൻ പറഞ്ഞു. 3ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കം തന്നെ MSME ആയിരുന്നു.
അപ്പോൾ MSME തുടങ്ങുന്ന സമയത്തിന് എന്താണ് MSME എന്ന് പഠിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ റോള്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അതെല്ലാം പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യനും MSMEയുടെ ഫങ്ഷനെ കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് എഴുതാൻ സാധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MSME ഉണ്ടാവണമെങ്കിൽ ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും, നല്ല രീതിയിൽ ക്യാപിറ്റലിനെ യൂസ് ചെയ്യാൻ പറ്റുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റും ഇക്വിറ്റബിളായ ഡിസ്ട്രിബ്യൂഷനും ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും നമ്മുടെ ലോക്കൽ റിസോഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റുക, സിമ്പിൾ ടെക്നോളജി യൂസ് ചെയ്യുക, ഫോറിൻ ക്യാപിറ്റലിനെ അത്രത്തോളം തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ജസ്റ്റേഷൻ പീരീഡ് വളരെ ഷോർട്ടായിരിക്കുക, സെൽഫ് എംപ്ലോയ്മെൻ്റ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പോർട്ടിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. നമ്മുടെ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്നുള്ള പേരിലൊന്നും അവിടെ കാണില്ല. ജസ്റ്റ് MSME എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ തന്നെ അഡ്വാൻറ്റേജ്, റോള്, അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും അതൊക്കെ പോയിന്റുകൾ തന്നെ നമുക്ക് അവിടെ എഴുതാനുള്ളൂ. ഓക്കെ, പിന്നെ പ്രൊജക്ട് റിപ്പോർട്ട് എന്താണെന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളതും ആ ഒരു 15 പോയിന്റ് ഞാൻ വൃത്തിയായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15 പോയിന്റാണ് അതിൻ്റെ കണ്ടന്റ്. ഒരു എക്സിക്യൂട്ടീവ് സമ്മറി, ഇൻട്രൊഡക്ഷൻ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടർ, പ്രൊഡക്റ്റ്, മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ്, ലൊക്കേഷൻ, പ്രൊഡക്ഷൻ പ്രോസസ്സ്, റോ മെറ്റീരിയൽ, യൂട്ടിലിറ്റി, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മാൻ പവർ റിക്വയർമെൻറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ്, ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദ പ്രൊജക്റ്റ്. ഓക്കെ, ഈ 15 പോയിന്റ് എഴുതി തന്നെ നിങ്ങൾക്ക് അവിടെ 10 മാർക്ക് ഫുള്ളായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നതാണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ആൻ ഓൺട്രപ്രണർ ഇൻ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൽ എന്താണ് ഒരു ഓൺട്രപ്രണറുടെ റോള് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ നമ്മൾ പറഞ്ഞു ഒരു ഓൺട്രപ്രണർ ആരാണെന്നുള്ളതും അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനൊക്കെയാണ് പഠിക്കാൻ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ റോള് ഒരുപാട് പോയിന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫങ്ഷനും ഓൺട്രപ്രണേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ ശരിക്കും ഇവിടെ നിങ്ങൾക്ക് ആ വുമൺ ഓൺട്രപ്രണറുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓൺട്രപ്രണർ ചെയ്യുന്ന എല്ലാ 11 പോയിന്റ് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. റോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ എത്ര ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനത് പറഞ്ഞിരുന്നു. 11 പോയിന്റാണ് വരുന്നത്. ജോബ് ക്രിയേറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ഫോം ചെയ്യുക, പെർ ക്യാപിറ്റൽ ഇൻകം കൂട്ടിയെടുക്കാൻ സാധിക്കുക, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാൻ പറ്റുക, അതേപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഇംപ്രൂവ് ചെയ്യുക, ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു എൻ്റർപ്രൈസിന് സാധിക്കും. ഇഫക്റ്റീവായിട്ട് റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ, അതുപോലെ ക്രാഫ്റ്റ് ഐറ്റമൊക്കെ എക്സ്പോർട്ട് ചെയ്യുക, ബാലൻസ്ഡ് ആയ റീജിയണൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇന്ത്യയിൽ ഓൺട്രപ്രണർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് വെറും ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പഠിക്കുന്നത് കുറച്ചൊക്കെ കേരളത്തിലത്തെ മാത്രമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാം, ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, അതേപോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്, പിന്നെ സിഡ്കോ, സിഡ്ബി, NSI മെയിൻ വരുന്ന നാഷണൽ ലെവലിൽ വരുന്ന സ്ഥാപനങ്ങൾ മാത്രം എഴുതുകയെന്ന് വെച്ചാൽ NSIC എഴുതാം. അതേപോലെ തന്നെ നീസ്ബെഡ് എഴുതാം, SISI സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പിന്നെ അതേപോലെ തന്നെ NEDB എഴുതാം. നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡിനെ കുറിച്ച് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നീസ്ബഡിനെ കുറിച്ച് പറയാം. പിന്നെ ടെക്നോ പാർക്കുകളെ കുറിച്ച് അവിടെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓൺട്രപ്രണർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എൻഗേജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും വളരെ നല്ല അടിപൊളി ഒരു എക്സാം തന്നെയായിരുന്നു. കാരണം അത്ര ഉറപ്പോടുകൂടി തന്നെ എനിക്ക് പറയാൻ സാധിക്കും. 3 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ സംഘടിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇത് ഒപ്പം പഠിക്കുക, അതിനോടൊപ്പം നിൽക്കുന്ന പോയിന്റുകൾ. ഇപ്പോൾ ആ ഓൺട്രപ്രണേഴ്സൊക്കെ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. സോഷ്യൽ ഓൺട്രപ്രണർ റിപ്പീറ്റ് ചെയ്ത് വന്നു. പക്ഷേ ഒപ്പം തന്നെ കഴിഞ്ഞ 2 വർഷം പ്രൊഫഷണൽ ഓൺട്രപ്രണറും അതേപോലെ പോർട്ട്ഫോളിയോ ഓൺട്രപ്രണറൊക്കെ ചോദിച്ചായിരുന്നു. ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യം തന്നെ ചോദിച്ചു, ഡ്രോൺ ഓൺട്രപ്രണർ എന്താണ്. അപ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്ന പോയിന്റുകൾ തന്നെ അവർ ചോദിച്ചിട്ടുള്ളൂ. എങ്ങനെ പോയാലും ഒരു 70 മാർക്സ് വരെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 70 to 75 വരെ എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞ രീതിയിൽ പഠിച്ച ഒരാളുകൾക്ക്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ആ ഒരു സന്തോഷം ഒന്ന് ലൈക്കായും കമൻറ്റായും ഒക്കെ ഒന്ന് അറിയിക്കാം. ഇനി ഭാവിയിൽ
അല്ലെങ്കിൽ നെക്സ്റ്റ് 2 വർഷം കൂടി നമ്മുടെ ഈ ഒരു സിലബസ് റൺ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ അവർക്കും കൂടി ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി അന്നത്തെ സമയത്ത് അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുന്നുള്ള വീഡിയോസ് കൂടി ഒന്ന് കാണുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഡീപ്പായിട്ട് പറയാഞ്ഞത്. അപ്പോൾ അന്ന് നിങ്ങളിത് കാണുന്ന സമയത്ത് 4 ക്വസ്റ്റ്യൻ പേപ്പറും 5 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിരിക്കും ഇനിയുള്ള 2 അഡ്മിഷൻകാർക്കും കൂടിയിട്ട് പഠിക്കാനുണ്ടാവുക. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആ ചാപ്റ്റേഴ്സും അതിൻ്റെ പ്ലേലിസ്റ്റ് പോയിട്ട് അതിൻ്റെ ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയി വേണ്ടവർക്ക് അങ്ങനെ നോക്കാം. അല്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണെന്ന് വെച്ചാൽ അങ്ങനെയും നോക്കാം. പലർക്കും അത് ലിങ്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. എല്ലാ ചാപ്റ്റർ വൈസ് കിട്ടുന്നുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്ക് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാത് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ആ സബ്ജക്റ്റിൻ്റെ ഒപ്പം അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക കിട്ടുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ ചില സബ്ജക്റ്റിൻ്റെയൊക്കെ PDF കൂടി ഒപ്പം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഉണ്ടാവും. അവിടെയും കൂടിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരമാവധി പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളും ആ ഒരു അവസരം നന്നായിട്ട് വിനിയോഗിക്കുക എന്നേ പറയാനുള്ളൂ. വരും ദിവസങ്ങളിലെ എക്സാമും ഇതേപോലെ എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് മാറട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ എപ്പോഴും നമുക്ക് ഇങ്ങനെ വരുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മൾ പറയുന്ന ഒരു 80% 75% ഇതുപോലെയൊക്കെ തന്നെ വരാറുണ്ട്. അപ്പോൾ പഠിച്ച് പാസ്സാവണം എന്നുള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ തന്നെയാണ് ഈ വക കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് നാളെ ബാങ്കിങ് ആണ്. അപ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചോദിക്കാനും ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ തന്നെ അതൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു, കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ എന്താ ഇത്ര മടിയുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് അത് കാണുമ്പോൾ തന്നെ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ അതൊന്ന് കൈയോടെ ലൈക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക്